التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ വിഡ്ഢികളായ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കരുത്. അല്ലത്തി എങ്ങനെയുള്ള കുട്ടികളാണ് ജഅലല്ലാഹു ലക്കും ഖിയാമാ അല്ലാഹു സമ്പത്തിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമാക്കിയിരിക്കുന്നു. വർസുഖൂഹും ഫീഹാ നിങ്ങൾ അതിൽ നിന്നും അവർക്ക് മാന്യമായ ആഹാരം നൽകണം. വക്സൂഹും നിങ്ങൾ അവർക്ക് മാന്യമായ വസ്ത്രം ധരിപ്പിക്കണം. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ നിങ്ങൾ അവരോട് നല്ല വാചകം പറയുകയും വേണം. കുട്ടികൾ വിഡ്ഢികളാണെങ്കിൽ, അവർ പ്രായപൂർത്തിയായപ്പോഴും വിഡ്ഢികളാണെങ്കിൽ അവരെ സമ്പത്ത് ഏൽപ്പിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞതിന് ശേഷം പറയുന്നു, സമ്പത്ത് ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമാ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. വീടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുകയുള്ളൂ. സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് സമ്പത്തെന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. ധാരാളം സമ്പത്ത് ലഭിക്കൽ ഇതിനെ ദീൻ എതിർക്കുന്നു. എന്നാൽ ആവശ്യമായ സമ്പത്തുണ്ടാകാൻ ദീൻ കൽപ്പിക്കുന്നു. നിഷിദ്ധമായ സമ്പത്ത് വാരിക്കൂട്ടൽ ദീൻ എതിർക്കുന്നു. ഹലാലായ സമ്പത്ത് സമ്പാദിക്കൽ, സൂക്ഷിക്കൽ ദീൻ പ്രേരിപ്പിക്കുന്നു. അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമാ ഈ വീടുകളെല്ലാം പുഷ്പിച്ചു നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് സമ്പത്തുള്ളത് കൊണ്ടാണ്. പടച്ചവൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഈ മസ്ജിദുകളും മദ്രസകളും പ്രകാശിച്ചു നിൽക്കുന്നത് സമ്പന്നരായ സഹോദരങ്ങൾ ആ സമ്പത്ത് നല്ല വഴിയിൽ ചെലവഴിക്കുന്നത് കൊണ്ടാണ്. ഈ സ്കൂളുകളും കോളേജുകളും മന്ദസ്മിതം തൂകുന്നത് സമ്പന്നരായ ആളുകളുടെ സമ്പത്ത് കൊണ്ട് മാത്രമാണ്. അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമാ ചുരുക്കത്തിൽ അവർക്ക് നിങ്ങൾ സമ്പത്ത് ഏൽപ്പിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ആ സമ്പത്ത് നിങ്ങൾ തന്നെ കയ്യിൽ വെക്കണം. പിന്നെ എപ്പോഴാണ് ഏൽപ്പിക്കേണ്ടതെന്ന് അടുത്ത ആയത്തിൽ പറയും. ആ സമ്പത്ത് നിങ്ങൾ കയ്യിൽ വെച്ച് എന്ത് ചെയ്യണം? വറുസുഖൂഹും ഫീഹാ വക്സൂഹും നിങ്ങൾ ആ സമ്പത്തിൽ നിന്നും ആ അനാഥരായ, ഇപ്പോൾ സനാഥരായ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക. വക്സൂഹും നിങ്ങൾ അവർക്ക് നല്ല വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുക. ഇത് മുതിർന്നവരോടുള്ള, പ്രത്യേകിച്ച് അനാഥരുടെ സമ്പത്ത് സംരക്ഷിക്കുന്ന ആളുകളോടുള്ള ഉപദേശമാണ്. സമ്പത്ത് ദൂർത്തടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിലൂടെ ചിലപ്പോൾ ഇത്തരം ആളുകൾ ഒടുക്കത്തെ പിശുക്കന്മാരാകാറുണ്ട്. ഒരു ഗ്ലാസ് ചായ കൊടുത്ത് 30 യത്തീം കുട്ടികൾ കുടിച്ചോളാൻ പറയും. പൊറോട്ട തന്നിട്ട് 40 പേര് കഴിച്ചോളാൻ പറയും. എന്തെങ്കിലും ആവശ്യത്തിന് ചോദിച്ചാൽ കൊടുക്കുകയില്ല. ഭയങ്കര പിശുക്ക്. അതും പാടില്ല. അവർക്ക് മാന്യമായ ആഹാരം കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് വാർദ്ധക്യമാണ്, കൂടുതൽ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജഗപുക നല്ല ഒന്നാം തരം തടിയനാണ്, കുറച്ച് ആഹാരം കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ആ കുട്ടികൾ ഓടുന്നവർ, ചാടുന്നവർ, അവർക്ക് നന്നായിട്ട് ആഹാരം കൊടുക്കണം. ഹിഫ്ള് പഠിക്കുന്നവർ, സ്കൂളിൽ പഠിക്കുന്നവർ, മദ്രസയിൽ പഠിക്കുന്നവർ നല്ല വിശപ്പ് കാണും, ആഹാരം കൊടുക്കണം.
വക്സൂഹും നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്യുക. നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കണം. കീറിപ്പറഞ്ഞ പഞ്ചറായി മറ്റു കുട്ടികളുടെ മുന്നിൽ ഇളിഭരായി നിൽക്കുന്ന അവസ്ഥയുണ്ടാക്കരുത്. നല്ല വസ്ത്രം ധരിപ്പിക്കണം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായ കുട്ടികളെ ധരിപ്പിക്കുമായിരുന്നു. പ്രവാചക പത്നിമാർ അവരെ ധരിപ്പിക്കുന്നത് അങ്ങേയറ്റം ഇഷ്ടം കാണിക്കുമായിരുന്നു. നോക്കൂ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെരുന്നാൾ നമസ്കാരത്തിന് പോകുകയാണ്. നല്ല വസ്ത്രം ധരിച്ച്, സുഗന്ധം ഉപയോഗിച്ച്, തലപ്പാവ് ധരിച്ച്, വലത് കൈയിൽ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പിടിച്ചിരിക്കുന്നു, ഇടത് കൈയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പിടിച്ചിരിക്കുന്നു. ആദരവായ റസൂല് നടന്നു നീങ്ങുമ്പോൾ വഴിയരികിൽ ഒരു കുട്ടിയെ കാണുന്നു. മോനെ, എന്താ നീ? അല്ലാഹു റസൂല്, എന്റെ വാപ്പ മരിച്ചുപോയി. ഉമ്മയില്ലേ? ഉമ്മയുണ്ട്. വേറൊരു കല്യാണം കഴിച്ച് എന്നെ മറന്നവർ ജീവിക്കുകയാണ്. ആദരവായ റസൂൽ പൊന്നുമക്കളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. ആ അനാഥന്റെ കയ്യിലേക്ക് കയറിപ്പിടിച്ചു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വിട്ടിട്ട് പറഞ്ഞു, ആയിഷ, ഈ കുട്ടിയെ കുളിപ്പിക്കിൻ, നന്നായിട്ട് നല്ല വസ്ത്രം ധരിപ്പിക്കിൻ. അവരിത്തരം അവസ്ഥകൾ കാത്തിരിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മക്കളില്ല. പക്ഷെ അവരെ പോലെ മക്കൾ ലോകത്താർക്കും കിട്ടിയിട്ടുമില്ല. ധാരാളം മക്കളെ വളർത്തി, അവർക്ക് ഇൽമു കൊടുത്ത് പഠിപ്പിച്ചു, മര്യാദ പഠിപ്പിച്ചു. അവർ വസ്ത്രവും സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. ഈ കുഞ്ഞിനെ ധരിപ്പിച്ചു. അല്ലാഹു ആദരവായ റസൂലിന്റെ മേൽ സ്വലാത്ത് സലാമുകൾ വർഷിക്കുമാറാകട്ടെ. വീട്ടിൽ നിന്ന് പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത് കൈയിൽ ഹസൻ, ഇടത് കൈയിൽ ഹുസൈൻ. തങ്ങളുടെ തോളിന്റെ മുകളിലിതാ ഒരു നല്ല കുട്ടപ്പൻ വസ്ത്രം ധരിച്ച്, വളരെ നല്ല സുഗന്ധങ്ങളെല്ലാം ഉപയോഗിച്ച് യതീമായ കുട്ടി ആദരവായ റസൂലിന്റെ ശിരസ് പിടിച്ച് തോളിൽ ഇരിക്കുന്നു. ആ അവസ്ഥയിലാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് വന്നത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതുകൊണ്ട് സാധുക്കൾക്ക്, പ്രത്യേകിച്ചും യതീമായ കുട്ടികൾക്ക് നല്ല വസ്ത്രം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം. وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا. അവരോട് നല്ല വാചകം പറയുകയും വേണം. നല്ല വാചകം പറയണം. എടാ ദരിദ്രവാസി, എടി ഒന്നുമില്ലാത്തവളെ, ഞാൻ നിനക്ക് തരുക, വേണമെങ്കിൽ തിന്നോ, വേണമെങ്കിൽ ധരിച്ചു, അങ്ങനത്തെ വാക്ക് പറയരുത്. പൊന്നുമോനെ, പൊന്നുമോളെ, നിന്റെ വാപ്പയുടെ സമ്പത്ത് കൊണ്ട് നിനക്ക് അവകാശപ്പെട്ട വസ്ത്രം നന്നായിട്ട് ധരിക്കും. നോക്കി, രണ്ടും ഒന്ന് തന്നെ കൊടുത്തത്, പക്ഷെ വാചകത്തിന് വ്യത്യാസം നോക്കിക്കേ. ചില ആളുകൾ കൊടുക്കും, പക്ഷെ മോശമായ വാക്ക് പറയും. കൊണ്ടുപോയി തിന്ന്, കുത്തിക്കേറ്റി ധരിക്ക്. കൊടുക്കുന്നത് ഒന്നാണ്, പക്ഷെ ഒന്നാമത്തേത് പുണ്യകർമ്മം, രണ്ടാമത്തേത് പാപം. അതുപോലെ ചിലപ്പോൾ ഈ കുട്ടികൾ വേണ്ടാത്ത കാര്യങ്ങൾ പറയും. എന്റെ വാപ്പാടെ പൈസ ഇങ്ങോട്ട് തന്നാട്ടെ, എന്റെ വാപ്പാടെ പൈസ ഉപയോഗിച്ചു നടക്കുകയാണ് കളവൻ, കളവി. എന്റെ വാപ്പാടെ പൈസ നിങ്ങളതിന് ഉപയോഗിക്കുന്നത്. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. പൊന്നുമോനെ, ഇത് നിന്റെ വാപ്പയുടെ സമ്പത്ത് തന്നെയാണ്, നിനക്കുള്ള സമ്പത്ത് തന്നെയാണ്. ഇതിലൊന്നുപോലും എനിക്ക് വേണ്ട. ഞാൻ നിന്നെ യഥാസമയത്ത് ഏൽപ്പിക്കും. നീ ഒന്ന് സൈക്കിൾ ഓടിക്കാൻ പഠിക്കൻ. സൈക്കിളിൽ കയറി ലോകത്ത് കണ്ട ആളുകളെല്ലാം മുതുകിലോട്ട് വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. സ്കൂട്ടറിൽ കയറി
അവിടെ ഇവിടെയെല്ലാം കൊണ്ടിടിക്കുന്നു. പട്ടിയുടെ കൂട്ടത്തിൽ മത്സര ഓട്ടം നടത്തുന്നു. അതുപോലെ കാറ് കൊണ്ടുപോയി ഇടിച്ച് ചമ്മന്തിയാക്കി ചപ്പളാസിയാക്കി ഇടുന്നു. ഇതുകൊണ്ടാണ് നിനക്ക് തരാത്തത്. നീ നന്നായിട്ട് വളരിൻ, നന്നായിട്ട് ഉയരിൻ, നല്ല ബുദ്ധിയും ബോധവും വയ്ക്കിൻ. ഈ പൈസ മുഴുവനും കൊച്ചാപ്പ നിനക്ക് തന്നെ തരുന്നതാണ്, മോളെ നിനക്ക് തന്നെ തരുന്നതാണ്. നിന്റെ കല്യാണമെന്ന് ആയിക്കൊള്ളട്ടെ. ഈ സമ്പത്ത് മുഴുവനും നിന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കും. പിന്നെ നീയായി നിന്റെ സമ്പത്തായി നല്ല വാക്ക് പറയണം. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. അനാഥരോട് കീഴിലുള്ളവരോട് നല്ല വാക്ക് പറയണം. മോശമായ വാക്ക് പറയരുത്. അവരിങ്ങോട്ട് മോശമായ വാക്ക് പറഞ്ഞാലും നാക്ക് ചൊറിഞ്ഞു കയറിയാലും നല്ല വാക്ക് പറയണം. ചിലപ്പോ അവരിങ്ങോട്ട് ചൊടിപ്പിക്കും. നന്നായിട്ട് നാക്ക് ചൊറിഞ്ഞു കയറും. രണ്ടങ്ങോട്ട് പറഞ്ഞാൽ കൊണ്ട. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. അവരോട് മോനെ മോളെ നീ നല്ല വാക്ക്, അവരോട് അല്ലയോ രക്ഷകർത്താക്കളെ നല്ല വാക്ക് പറയണം. മോനെ നിന്റെ സമ്പത്ത് തന്നെയാണ്, പക്ഷെ ഇപ്പം തരാൻ വയ്യ. ഒന്ന് നിനക്ക് നീ നല്ല റാഹത്തിനൊക്കെ ആകട്ടെ, നിന്റെ അവസ്ഥയൊന്ന് മെച്ചമായിക്കൊള്ളട്ടെ, നിന്നെ തന്നെ ഏൽപ്പിക്കും. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. അവരോട് നല്ല വാക്ക് പറയണം, അവരെ ഉപദേശിക്കണം, അവരോട് നല്ല പെരുമാറ്റം വേണം. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. ഫർസുഖൂഹും. അവർക്ക് നല്ല ആഹാരം കൊടുക്കണം. അതുപോലെ വഖ്സുഹും. അവർക്ക് നല്ല വസ്ത്രം ധരിപ്പിക്കണം. മഹാനായ അലി ഇബ്നു അബീ തൽഹ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച സമ്പത്ത് മുഴുവനും നീ പാഴാക്കരുത്, മറിച്ച് നീ അതിനെ സൂക്ഷിക്കണം. അവർക്ക് മാന്യമായ ആഹാരവും വസ്ത്രവും നൽകിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ ആയത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ മറ്റു രീതികളും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ ആളുകൾ എനിക്ക് വാപ്പ പൈസ എഴുതിത്ത, എനിക്കുമ്മ സ്ഥലം എഴുതിത്ത എന്ന് പറയാറുണ്ട്. മക്കളെപ്പറ്റി നല്ല ഉറപ്പാകുന്നത് വരെയും അവർക്ക് സമ്പത്ത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത്, ഭൂമി അവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. മാതാപിതാക്കൾ സൂക്ഷ്മത കാണിക്കണം. എന്നാൽ അവർക്ക് നല്ല വസ്ത്രം, നല്ല ആഹാരം, നല്ല വാക്ക് പറയണം. മോനെ നീ ഒന്ന് നന്നാകുന്നേ, പൈസ നിനക്ക് തന്നെയുള്ളതാണ്. വാപ്പ ഉമ്മ ഇന്നലെ നാളെ മരിക്കും, നിനക്കുള്ള പൈസ തന്നെയാണ്, പക്ഷെ നീ ഒരു യോഗ്യത കൈവരിക്കുന്നേ. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. ആ മക്കളോട് നിങ്ങൾ നല്ല വാചകം പറയണം. നല്ല വാചകം പറഞ്ഞവരെ നന്നായിട്ട് വളർത്തിയെടുക്കണം. അവർക്ക് ഉപദേശങ്ങൾ നൽകണം. നല്ല ചെടികളായി വളർത്തി അവർക്ക് വെള്ളം കൊടുത്ത് വളം നൽകിക്കൊണ്ടവരെ വളർത്തുകയും ഉയർത്തുകയും വേണം. അതിലൂടെ ഇൻഷാ അല്ലാഹ് ആ സന്താനങ്ങൾ നല്ല അവസ്ഥയിലായിത്തീരുന്നതാണ്. നല്ല അവസ്ഥയിലായിത്തീരുമ്പോൾ നിങ്ങൾ അവർക്ക് സമ്പത്ത് കൊടുക്കുകയും വേണം. ഈ കാര്യം അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അല്ലാഹു ഇത് നന്നായിട്ട് മനസ്സിലാക്കി ജീവിതത്തെ സൂക്ഷ്മതയുള്ളതാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.